ഡോക്ടർ അഷ്റഫ് കടക്കൽ ടെലിഫോൺ ലൈനുണ്ട്. അഷ്റഫ് കടക്കൽ, ഈ ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ഒരു ഉണ്ടായിരുന്ന ഇറാനോടുള്ള ശത്രുത അവസാനിച്ച് കഴിഞ്ഞ കാലത്താണ്, അതും ഇബ്രാഹിം റയീസിയുടെ കാലത്താണ്. ഇബ്രാഹിം റയീസിയുടെ മരണം ഈ മേഖലയിൽ എന്ത് പ്രത്യാഘാതമാണ് ഉണ്ടാക്കുക? ഇബ്രാഹിം റയീസിയുടെ മരണം മാത്രമല്ല, അതുപോലെ പ്രധാനപ്പെട്ടതാണ് വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീറിന്റെയും. ഇവർ രണ്ടുപേരും ഒരു ടീമായി നിന്ന് ഇറാന്റെ വിദേശ നയത്തെ പുതിയ ദിശയിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യമായ ശ്രമങ്ങൾ നടത്തിയിരുന്നു. നമുക്കറിയാം, ഇബ്രാഹിം റയീസി വളരെ വിവാദ പുരുഷനാണ്. 1980-കൾ മുതൽ തന്നെ പാശ്ചാത്യ മീഡിയയിൽ ഏറ്റവും അധികം വില്ലനായി ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പലതുകൊണ്ടും അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കാലഘട്ടത്തിലെ അദ്ദേഹത്തിന്റെ വിധിയും അതുപോലെ മറ്റു ഒരുപാട് കാര്യങ്ങളിൽ, വിപ്ലവത്തിന് ശേഷം ഖുമൈനി ആകട്ടെ അലി ഖാംനഈ ആകട്ടെ, ഇവരുടെ രണ്ടുപേരുടെയും എല്ലാ അർത്ഥത്തിലുമുള്ള സമർത്ഥനായ ഒരു ഉപദേഷ്ടാവായിട്ട് നിലകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഇബ്രാഹിം റയീസി. അതേസമയം 2021 അദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നമുക്കറിയാം 60% മുകളിൽ വോട്ട് നേടി വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നേതാവായിട്ട്, എതിരാളി ഇല്ലാതെ അധികാരത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് ഇബ്രാഹിം റയീസി. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന്റെ പഴയ കടുംപിടുത്തം പല കാര്യങ്ങളിലും അദ്ദേഹം ഉപേക്ഷിച്ചതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കടുംപിടുത്തക്കാരനാണ് ശരിക്കും പറഞ്ഞാല് വിദേശകാര്യമന്ത്രി ഇപ്പോൾ കൊല്ലപ്പെട്ട ഹുസൈൻ അമീറും. പക്ഷെ അവർ രണ്ടുപേരും മേഖലയിലെ പുതിയ നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെ ഗൾഫ് മേഖലകളിൽ സൗദി അറേബ്യയും കാലങ്ങളായി പരമ്പരാഗതമായി ശത്രുതയിലായിരുന്ന GCCയിലെ പല രാജ്യങ്ങളുമായും നല്ല ബന്ധം പുനഃസ്ഥാപിക്കുന്നതിൽ കാര്യമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് അതിലുപരി ഈ പലസ്തീൻ വിഷയത്തില് നേർക്കുനേര് ഒരു മുസ്ലിം രാജ്യവുമായി ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടുപോവുകയും ആ വിഷയത്തിൽ ഏറ്റവും ആത്മാർത്ഥമായ ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ് ആയിരുന്നു ഇറാനിൽ ഇപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പൊ രണ്ട് നിലയ്ക്ക്, ഒന്ന് ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയ രംഗത്ത് ഒരു വലിയ വിടവ്, രണ്ടാമത് മേഖലയിലെ അന്താരാഷ്ട്ര നയതന്ത്രപരമായ വിഷയങ്ങളിൽ പല അർത്ഥത്തിലും നേതൃത്വപരമായ പങ്കുവഹിച്ചിരുന്ന ഒരു ലീഡർഷിപ്പിനെയാണ് ഇറാന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ വലായത്തെ ഫക്കീഹ് എന്ന് പറയുന്ന സുപ്രീം ലീഡറാണ് പരമോന്നത നേതാവ്, അല്ലെങ്കിൽ നേതാക്കന്മാരിൽ കാര്യമായി ജനങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് എങ്കിലും വ്യക്തികളിൽ മാത്രം ആശ്രയിക്കാവുന്ന ഒരു നേതൃ സംവിധാനമല്ല ഇറാനിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇറാൻ അതിനെ അതിജീവിക്കാൻ കഴിയും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. നന്ദി ഡോക്ടർ അഷ്റഫ് കടക്കൽ ഈ വാർത്തയോട് പ്രതികരിച്ചതിന്.